ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ, ഒരു ചേച്ചി, ആ ചേച്ചിയുടെ കയ്യിൽ ഒരു കുഞ്ഞും ഇരിപ്പുണ്ട്. ആ ചേച്ചിയുടെ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് അവിടെ വിശന്നിരിക്കുന്ന കണ്ടപ്പം ആ ചേച്ചി ഒരു ജ്യൂസോ അല്ലെങ്കിൽ എന്തോ ഒരു ഷേക്ക് ആ കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് കൊടുക്കുവാണ്. ആ കുഞ്ഞ് എത്രമാത്രം വിശന്നു ദാഹിച്ചിരിക്കുമായിരുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എറണാകുളം ആ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ ഇങ്ങനെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഭിക്ഷ യാചിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടത്തിന് വേണ്ടി ഒരുപാട് പേര് വരും. ആ ഒരു സമയത്ത് നമ്മൾ അവർക്ക് ചുമ്മാ പൈസയൊക്കെ കൊടുക്കുമല്ലേ. അതേ സമയത്ത് ആ പൈസ കിട്ടിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അവരൊന്നും മേടിച്ചു കൊടുക്കത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് ആ കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അത് തിന്നും. അല്ലാതെ ഇവരുടെ കയ്യിലോട്ട് പൈസ കൊടുത്തതുകൊണ്ട് ഒരിക്കലും ആ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടത്തില്ല. കാരണം യൂട്യൂബിൽ തന്നെ നമ്മുടെ ജെയിംസ് എന്നൊക്കെ പറയുന്ന ചേട്ടൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനത്തെ എടുത്തിട്ടുണ്ട്. പാതിരാത്രി 12 മണി വരെയൊക്കെ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പിച്ച് തണ്ടി നടന്നിട്ട് ഒരു ആഹാരം പോലും അതുങ്ങൾക്ക് കൊടുക്കാതെ നല്ല അടിയും കൊടുത്ത് കിടത്തി ഉറക്കുവാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊന്നും പൈസ ഒന്നും കൊടുക്കാതിരിക്കുക. അതിന് പകരം എന്തെങ്കിലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മേടിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരത് കഴിച്ചോളും. അവരുടെ ആ ഒരു വിശപ്പ് മാറ്റുക എന്നുപരി നമ്മൾ അവർക്ക് പൈസ കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലോട്ട് ഒരുപാട് അന്യ സംസ്ഥാനത്തു നിന്നും ഒക്കെ ഒരുപാട് പേര് ഇതേപോലെ ഭിക്ഷ യാചിക്കാനൊക്കെ വരുന്നുണ്ട്. ആ ഒരു പരിപാടി നമ്മൾ ഈ ഭിക്ഷ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതോടെ ആ പരിപാടി നിർത്തും. പിന്നീട് നമ്മുടെ കുഞ്ഞുമക്കളെ ഒന്നും തട്ടിക്കൊണ്ട് പോകാനായിട്ട് വേറെ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം തോന്നും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശപ്പ് മാറാനുള്ള കാര്യങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.